അതെ. ഇപ്പോൾ ഒരു പുതിയ ഒരു സംവിധായകൻ, നവാഗത സംവിധായകൻ താങ്കളെ കാണാൻ വരുന്നു. എനിക്കൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സംവിധായികയാണ്, പുതിയൊരു സംവിധായികയാണ്, ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നു ഒരു കഥയുമായിട്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ? ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിനപ്പുറം നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഞാൻ പരിഗണിക്കുന്നത്, എൻ്റെ പേഴ്സണലി ഞാൻ പരിഗണിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റിനെ തന്നെ ആയിരിക്കും നമ്മൾ നോക്കി കാണുന്നത് പറഞ്ഞാൽ. ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ബിസിനസ് വാല്യൂ കൂടും, സ്വാഭാവികമാണ്. പക്ഷേ എങ്കിൽ അതിനപ്പുറം ആ സ്ക്രിപ്റ്റിനൊരു വാല്യൂ ഇല്ലെങ്കിൽ ആരഭിനയിച്ചാലും അതിനൊരു വാല്യൂ ഇല്ലാതാകുന്ന രീതിയിലേക്ക് പോകും. ആ പ്രോഡക്റ്റിന് വിലയില്ലല്ലോ. കാരണം ബേസിക്കലി നമുക്ക് നല്ലൊരു കണ്ടന്റ് കൊടുക്കാനില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷേ അയാളുടെ ഒരു നെയിം വാല്യൂ വയ്ക്കാം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ബേസിക്കലി ഞാൻ പ്രിൻസിപ്പളായിട്ട് സൂക്ഷിക്കുന്നു പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റിനെ നമ്മൾ നോക്കിയെടുക്കുക. പിന്നെ അത് നമ്മൾ പറഞ്ഞ് പ്രോഡക്റ്റ് ആക്കുന്നൊരു സംഭവം, അത് എത്രത്തോളം നമുക്ക് ചെയ്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ വിഷയം. അതാണ് സിനിമ. ഓക്കെ, ഇപ്പം നിർമ്മാണ രംഗത്തേക്ക് വരുന്നു. ഇപ്പം ഒരു പ്രൊഡക്ഷൻ, നേരത്തെ സീരിയൽ ചെയ്തു എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ തന്നെ ആയിരുന്നോ എയിം, അതോ അഭിനയം, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അല്ല, എല്ലാവരെയും പോലെ ഈ പറയുന്ന ഈ സമയത്ത് ഞാൻ പറയുന്നത് 99 ആ സമയത്ത് എല്ലാവരെയും പോലെ നമ്മുടെ മനസ്സിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അഭിനയിക്കണം, അതിൻ്റെ പുറകെയൊക്കെ കുറേ നടന്നിട്ടുണ്ട്. പക്ഷെ കാര്യമില്ല, എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ലെന്ന് എനിക്ക് അതിനെ തിരിച്ചറിഞ്ഞ സ്ഥിതിയിൽ നമ്മൾ നിർത്തിയതാണ് പരിപാടി. അപ്പോൾ സീരിയൽ കഴിഞ്ഞു, കുറേ വർഷം മുന്നോട്ട് പോയി. അതിനുശേഷം നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എനിക്ക് ബിസിനസ് ആയിരുന്നു മെയിൻ, എൻ്റെ ഫോക്കസ്. അപ്പം സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷനാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ മേഖലയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ സിനിമാ ചിന്തയിൽ ആദ്യ മോഡൽ. അപ്പം ഞാൻ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് തന്നെ പോകും.